2008 കൃഷ്ണ എന്ന ചിത്രത്തിനും 2012 ജൂലൈ എന്ന ചിത്രത്തിനുമിടയിൽ 4 സിനിമകളിലാണ് അല്ലു അർജുൻ ലോങ് ഹെയർ ഗെറ്റപ്പിലെത്തുന്നത്. അതിൽ ആദ്യത്തേത് ആര്യ 2. നല്ല അടിപൊളി പാട്ടും ഡാൻസും ഫൈറ്റും ഒക്കെയുള്ള ഒരു നൈസ് എന്റർടൈനർ. ഞാൻ തിയേറ്ററിൽ വെച്ച് കണ്ട അല്ലു അർജുന്റെ ആദ്യത്തെ സിനിമ. ഇനി ഓൾമോസ്റ്റ് അതേ ലുക്കിൽ അല്ലു അർജുൻ വന്ന അടുത്ത സിനിമയായിരുന്നു വരടു അഥവാ വരൻ. അതിലെ ക്ലൈമാക്സ് ഫൈറ്റ് കണ്ട് അന്തം വിട്ട് കുന്തം പോയാണ് ഞാൻ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങിയത്. അതിനെക്കുറിച്ചൊരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിന്റെ ലിങ്ക് താഴെ കൊടുക്കുന്നു. ഇനി അടുത്തതായി അതേ ഗെറ്റപ്പിൽ അല്ലു അർജുന്റേതായി പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു വേദം അഥവാ കിലാടി. പിൽക്കാലത്ത് തെലുഗു മീം പേജുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അവിടുത്തുകാർ ഈ സിനിമ ഒരു ക്ലാസിക് ആയിട്ടാണ് കണക്കാക്കുന്നത്. അല്ലു അർജുന്റെ കരിയറിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് എന്നും പറയപ്പെടുന്നുണ്ട്. ബട്ട് ഈ സിനിമ തിയേറ്ററിൽ വെച്ച് കണ്ടപ്പോൾ എനിക്ക് അന്ന് തോന്നിയ കാര്യമാണ് ഇവിടെ പറയാൻ പോകുന്നത്. നല്ലൊരു സ്റ്റൈലിഷ് ആൻഡ് ലാവിഷ് ആയിട്ടുള്ള ഒരു എന്റർടൈനർ കാണാൻ വേണ്ടിയായിരുന്നു ഞാൻ കയറിയത്. എന്നാൽ അത് സംഭവിച്ചില്ല. പോട്ടെ, കുഴപ്പമില്ല. എന്നാൽ ഒരു അല്ലു അർജുന്റെ സിനിമയ്ക്ക് കയറുമ്പോൾ നമ്മൾ മിനിമം പ്രതീക്ഷിക്കുന്ന കാര്യം എന്താണ്? പടത്തിൽ ത്രൂ ഔട്ട് അല്ലു അർജുൻ കാണുമെന്ന്. എന്നാൽ അതും സംഭവിച്ചില്ല. സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇത് അല്ലു അർജുന്റെ മാത്രം സിനിമയല്ല. പല കഥാപാത്രങ്ങളുടെ കഥ പറയുന്ന സിനിമയിലെ ഒരു സെഗ്മെന്റ് മാത്രമാണ് അല്ലു അർജുൻ. എന്റെ അവസാനം ഈ പറഞ്ഞ പല കഥാപാത്രങ്ങളും ഒരു ലൊക്കേഷനിലേക്ക് എത്തുകയും അവിടെ വെച്ച് ക്ലൈമാക്സ് നടക്കുകയും ചെയ്യുന്നു. നമ്മുടെ വരൻ സിനിമയിലെ ക്ലൈമാക്സ് ഫൈറ്റ് പോലെ എടുത്ത് ട്രോളാനും മാത്രം ഒന്നും ഈ സിനിമയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു എന്റർടൈൻമെന്റ് പ്രതീക്ഷിച്ച് പോയി കയറിയിട്ട് ആകെ കൂടി മൂഡ് ഔട്ടായി ഡിസപ്പോയിന്റഡ് ആയി തിരിച്ചു വന്നൊരു സിനിമ കൂടിയായിരുന്നു ഇത്. ഇനി മറ്റൊരു കാര്യം, പടം കണ്ട് തിരിച്ചിറങ്ങുമ്പോൾ അടുത്ത ഷോക്ക് നിൽക്കുന്ന ആൾക്കാരുടെ മുഖത്ത് നോക്കി ടിക്കറ്റ് എടുക്കാൻ നിൽക്കല്ലേ വമ്പൻ നഷ്ടമാവുമെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞൊരു സിനിമ കൂടിയായിരുന്നു ഇത്. യെസ്, അന്ന് ഞാനൊരു എക്സ്ട്രോവേർട്ട് ആയിരുന്നു.